ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർമ്മലമലയിൽ ഇന്നും ജനകോടികൾക്കായി വിളങ്ങി നിൽക്കുന്ന കർമ്മലയുടെ തേജസ് പരിശുദ്ധ കർമ്മല അമ്മ. 12ാം നൂറ്റാണ്ടിൽ കർമ്മലമലയിൽ താപസ ജീവിതം ആരംഭിച്ചിരുന്ന സഭയുടെ പൂർവികർ തങ്ങളുടെ മധ്യസ്ഥയായി പരിശുദ്ധ കനികാമറിയത്തെ തെരഞ്ഞെടുത്തപ്പോൾ വാസ്തവത്തിൽ മാതാവ് കർമ്മല സഭയുടെ സ്വന്തം കുടുംബമായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഏലിയ പ്രവാചകൻ കർമ്മലമലയിൽ ദർശിച്ച ആ ദൈവ സാന്നിധ്യം കർമ്മല മാതാവ് വഴി ഇന്നും ദൈവമക്കൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിന്റെ ചരിത്രത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1251 ജൂലൈ 16 അർദ്ധരാത്രി സൈമൺ സ്റ്റോക്കിന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വാനവഗണങ്ങളുടെ അകമ്പടിയോടുകൂടി കർമ്മല മാതാവ് പ്രത്യക്ഷപ്പെട്ടു. കർമ്മലോരുത്തിരിയം നൽകിക്കൊണ്ട് പറഞ്ഞു, എൻ്റെ സഹോദരത്തിൻ്റെ അടയാളവും രക്ഷയുടെ അച്ചാരവുമായ ഈ ഉത്തരീയം സ്വീകരിക്കുക. ഈ ഉത്തരീയം ധരിച്ചു മരിക്കുന്നവർ നശിക്കുകയില്ല എന്ന്. ഈ സംഭവം കാട്ടുതീ പോലെ യൂറോപ്പ് മുഴുവൻ പ്രചരിച്ചു. ക്രമേണ ലോകമാസകലമുള്ള എല്ലാ ദൈവമാതൃഭക്തരും കർമ്മലോത്തരീയം ധരിക്കുവാൻ തുടങ്ങി. 1322 സ്വർഗരാജ്ഞി 22ാം യോഹന്നാൻ മാർപ്പാപ്പയ്ക്ക് കാണപ്പെട്ട് ഉത്തരീയം ധരിച്ച് മരിക്കുന്നവർക്ക് വേറൊരു വാഗ്ദാനം കൂടെ ചെയ്തു. കൃപാവരത്തിന്റെ രാജ്ഞിയായ ഞാൻ ശനിയാഴ്ച തോറും ശുദ്ധീകരണ സ്ഥലത്ത് ഇറങ്ങിച്ചെന്ന് ഉത്തരീയം ധരിച്ച് മരിച്ചിട്ടുള്ളവരിൽ ചില വ്യവസ്ഥകൾ പാലിച്ചിട്ടുള്ളവരെയെല്ലാം മോചിപ്പിക്കുമെന്ന്. കർമ്മല മാതാവിന്റെ ഉത്തരീയം കത്തോലിക്ക സഭയിലെ ഏറ്റവും പ്രശസ്തവും പുരാതനവുമായ മരിയ ഭക്തികളിൽ ഒന്നാണ്. എന്താണ് ഉത്തരീയം? ലത്തിൻ ഭാഷയിൽ സ്കാപ്പുല എന്നാൽ തോൾ എന്നാണ് അർത്ഥം. സന്യാസിമാർ ജോലി ചെയ്യുമ്പോൾ തങ്ങളുടെ വസ്ത്രത്തിന് മുകളിൽ ധരിച്ചിരുന്ന ഒരു തരം മേലങ്കിയായിരുന്നു ഇത്. ഇന്ന് വിശ്വാസികൾ ധരിക്കുന്നത് ഇതിൻ്റെ ചെറിയ രൂപമാണ്. 2 ചെറിയ തവിട്ട് നിറത്തിലുള്ള തുണിക്കഷ്ണങ്ങൾ നൂലുകൊണ്ട് ബന്ധിപ്പിച്ചത്. ഇതിൻ്റെ അർത്ഥം ഇത് മാതാവിൻ്റെ സംരക്ഷണത്തിൻ്റെയും അവളെ പോലെ ക്രിസ്തുവിനെ അനുഗമിക്കുവാനുള്ള വിശ്വാസികളുടെ പ്രതിജ്ഞയുടെയും അടയാളമാണ്. ഈ ഉത്തരീയം ഒരു മന്ത്രമോ അത്ഭുത വസ്തുവോ അല്ല, മറിച്ച് വിശ്വാസത്തോടും പ്രാർത്ഥനയോടും ധരിക്കേണ്ട ഒരു അടയാളമാണ്. വിശുദ്ധ കുർബാനയുടെയും കൂദാശകളിലും സ്വീകരിച്ച് ദൈവവിശ്വാസത്തിൽ ജീവിക്കുന്നവർക്ക് മാതാവിൻ്റെ പ്രത്യേകം സംരക്ഷണം ലഭിക്കുന്ന ഒന്നാണ് ഈ ഉത്തരീയം എന്ന് പറയുക. സബറ്റൈൻ പ്രിവിലേജ്. മരണശേഷം ശുദ്ധീകരണ സ്ഥലത്ത് കഴിയുന്ന ഉത്തരീയം ധരിച്ചവരെ മരണത്തിന് ശേഷമുള്ള ആദ്യത്തെ ശനിയാഴ്ച മാതാവ് സ്വർഗത്തിലേക്ക് ആനയിക്കുമെന്ന് ഒരു പാരമ്പര്യം ഇതിൻ്റെ പുറകിൽ നിലനിൽക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഉത്തരീയം അണിയുക എന്നത് പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൻ്റെയും അവളുടെ മാധ്യസ്ഥത്തിൽ ശരണം വെച്ച് വിശുദ്ധമായ ജീവിതം നയിക്കുവാനുള്ള വിശ്വാസികളുടെ എളിയ തീരുമാനത്തിൻ്റെയും പ്രതീകമാണ് ഉത്തരീയം. കുരിശുയുദ്ധങ്ങളാൽ കലുഷിതമായി ലോകം നെടുവീർപ്പെട്ടപ്പോൾ ഭൗമിക സൗഭാഗ്യങ്ങളെ ത്യജിച്ചുകൊണ്ട് ആത്മീയ ജീവിതത്തെ മുറുകെ പിടിക്കുവാൻ ജീവിതം സമർപ്പിച്ചവരാണ് കർമ്മല സഭയിലെ ആരംഭകർ. ആ കർമ്മല സഭയുടെ രാജ്ഞിയായി പരിശുദ്ധ കർമ്മല മാതാവ് വിളങ്ങി ശോഭിക്കുമ്പോൾ ആ അമ്മ തന്നെയാണ് സഭയുടെ ആത്മീയ കരുത്ത്. 14ാം നൂറ്റാണ്ടിലെ ആരംഭത്തോടുകൂടി മാതാവിനെ സേവിക്കുന്നത് വഴി ദൈവപുത്രനെ തന്നെയാണ് സേവിക്കുന്നതെന്ന് കാഴ്ചപ്പാട് ജനങ്ങളിൽ അടിയുറച്ചിരുന്നു. കാർമൽ എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ കന്യകയായിരിക്കുക എന്നതാണ്. പരിശുദ്ധ മറിയവും കർമ്മല സഭയുടെ ചൈതന്യ സ്രോതസ്സുകളായ ഏലിയാസും ഏലിസോവൂസും അവരുടെ ശിഷ്യന്മാരും ബ്രഹ്മചാരികളായിരുന്നു. കർമ്മല മാതാവും കർമ്മല സഭയും തമ്മിലുള്ള ഗാഢമായ ബന്ധത്തെ ഭാഗ്യമായി പ്രകടിപ്പിക്കുന്ന അടയാളമാണ് ഉത്തരീയം. ശത്രുക്കളിൽ നിന്നും സഹായിക്കുമെന്നും ഉത്തരീയം ധരിച്ച് ജീവിത അവസ്ഥയിലേക്ക് അനുയോജ്യമായ രീതിയിൽ പ്രാർത്ഥിക്കുകയും ബ്രഹ്മചാര്യം പാലിക്കുകയും ചെയ്താൽ പരിശുദ്ധ അമ്മ തന്നെ അവരെ രക്ഷിക്കുമെന്ന വാഗ്ദാനം സൈമൺ സ്റ്റോക്കിന് ലഭിച്ചപ്പോൾ സഭയ്ക്ക് സമ്മാനമായി നൽകപ്പെട്ടത് ഒരു അമൂല്യ നിധിയായിരുന്നു.
പരിശുദ്ധ കന്യകാമറിയത്തിൽ തിളങ്ങിയിരുന്ന പുണ്യങ്ങൾ ഒത്തിരിയും നമ്മളോട് പറഞ്ഞ് വെക്കുന്നുണ്ട്. ദൈവത്തെ സ്നേഹിക്കുവാനും അവിടുത്തെ സംരക്ഷണം പ്രാപ്തമാക്കുവാനും ഒത്തിരിയും നമ്മെ സഹായിക്കുന്നു. കർമ്മല അമ്മയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്നത് ഒരു കയ്യിൽ ഉണ്ണീശോയും മറുകൈയിൽ ഉത്തിരിയവും പിടിച്ചുകൊണ്ട് സ്വർഗീയ റാണിയായി പാപികളെ തേടിയെത്തുന്ന ഒരു അമ്മയുടെ ചിത്രമാണ്. അതിനാൽ നാം ഓരോരുത്തരും അമ്മയുടെ തിരുക്കുമാറിന് വേണ്ടി ആത്മാക്കളെ നേടാൻ ബാധ്യസ്ഥരായവരാണ്.